എത്ര ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു? ഈ പുസ്തകത്തിൻ്റെ വില എത്രയാണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്ര നാൾ കാത്തിരിക്കണം? നിങ്ങളുടെ ഭാര്യയുടെ വീട് എത്ര ദൂരെയാണ്? ഇത്തരം വാക്യങ്ങൾ ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ ഫാർ എന്നീ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ വാക്യങ്ങൾ ഉണ്ടാക്കാമെന്ന് ഇന്ന് നോക്കാം. എത്ര ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു? ഹൗ മെനി പീപ്പിൾ ഹാവ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. ഹൗ മെനി എന്ന ക്വസ്റ്റ്യൻ വേർഡ് എത്ര എണ്ണമെന്ന് കാണിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ആ യോഗത്തിൽ 50 പേർ പങ്കെടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? 50 people have attended the meeting. യോഗത്തിൽ 50 പേർ പങ്കെടുത്തു. അടുത്ത വാക്യം, ഈ പുസ്തകത്തിൻ്റെ വില എത്രയാണ്? അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാം, ഹൗ മച്ച് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് ബുക്ക്. അപ്പോൾ ഹൗ മച്ചിനും ഹൗ മെനിക്കും എത്ര എന്നാണ് അർത്ഥമെങ്കിലും ഹൗ മനി എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും മറ്റേത് എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴുമാണ് ഉപയോഗിക്കുന്നത്. ഈ പുസ്തകത്തിന് 300 രൂപയാണ് വില. അതങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ₹300 ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് ബുക്ക്. എത്ര നാൾ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കണം? ഇത് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ഹൗ ലോങ് ഡു ഐ ഹാവ് ടു വെയിറ്റ് ഫോർ യു. അപ്പോൾ ഹൗ ലോങ് എന്ന വാക്കിനർത്ഥം എത്ര നാൾ എന്നാണ്. ഹൗ ലോങ് ഡു ഐ ഹാവ് ടു വെയിറ്റ് ഫോർ യു. നീ എനിക്ക് വേണ്ടി 6 മാസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, യു ഹാവ് ടു വെയിറ്റ് 6 more months ഫോർ മീ. യു ഹാവ് ടു വെയിറ്റ് 6 more months ഫോർ മീ. അത് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, 6 more months, അല്ലെങ്കിൽ ജസ്റ്റ് 6 more months, അല്ലെങ്കിൽ ഫോർ അനദർ 6 months, ഇങ്ങനെയും പറയാം. നിങ്ങളുടെ ഭാര്യയുടെ വീട് എത്ര ദൂരെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയുടെ വീട്ടിന് എത്ര ദൂരമുണ്ട്. ഹൗ ഫാർ ഈസ് യുവർ വൈഫ്സ് ഹൗസ്. ഹൗ ഫാർ ഈസ് യുവർ വൈഫ്സ് ഹൗസ്. അപ്പോൾ ഹൗ ഫാർ എന്ന ക്വസ്റ്റ്യൻ വേർഡിൻ്റെ അർത്ഥം എന്താണ്? എത്ര ദൂരെ, എത്ര അകലെ. നിങ്ങളുടെ ഭാര്യയുടെ വീട് 5 കിലോമീറ്റർ അകലെയാണ് എങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഉത്തരം പറയേണ്ടത്? മൈ വൈഫ്സ് ഹൗസ് ഈസ് 5 kilometers away. മൈ വൈഫ്സ് ഹൗസ് ഈസ് 5 kilometers away. എൻ്റെ ഭാര്യയുടെ വീട് 5 കിലോമീറ്റർ അകലെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം.